ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ചെറിയൊരു ഇൻട്രോ കേട്ടാലോ. അതായത് നമ്മുടെ സുനന്ദ സങ്കടപ്പെട്ടിരിക്കുകയാണ് റൂമിൽ. വേറൊന്നുമില്ല, സുഭാഷിൻ്റെ വീട്ടിൽ പോയിട്ട് ആ പഴയ ഓർമ്മകളും ഇനി സുഭാഷ് ഏട്ടനെ എന്ന് കാണും, എല്ലാവരെയൊക്കെ ഇനി എന്ന് കാണും. സുഭാഷിൻ്റെ മുഖമാണ് സുനന്ദയുടെ മനസ്സ് മൊത്തം. തൻ്റെ ജീവിതത്തെ തനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, തൻ്റെ സുഭാഷ് ഏട്ടനെ കുഞ്ഞുനാൾ മുതലേ മനസ്സിലിട്ട് ആഗ്രഹിച്ച് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് തനിക്ക് കിട്ടാണ്ട് പോയത് ഓർത്തിട്ട് സുനന്ദ വിതുമ്പയായിരുന്നു. ആ സമയം നമ്മുടെ അശ്വിൻ കടന്നു വരികയാണ്. അശ്വിൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പം തന്നെ സുനന്ദ പറയുന്നുണ്ട്, വേറൊന്നുമില്ല, എല്ലാവരെയൊക്കെ വിട്ടു പോണതും എൻ്റെ വീടും ഈ മുറിയൊക്കെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അത് ഓർത്ത് നീ വിഷമിക്കണ്ട, വേണമെങ്കിൽ നമുക്ക് പോയിട്ട് കുറച്ച് ദിവസം വന്ന് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് സുനന്ദയെ സമാധാനിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സുനന്ദ കരഞ്ഞത് സത്യം പറഞ്ഞാൽ അതൊന്നും കൊണ്ടല്ല കേട്ടോ. സുനന്ദയ്ക്ക് സുഭാഷിനെ ശരിക്കും അങ്ങോട്ട് മിസ് ചെയ്യണം. അത് തന്നെയാണ്, താൻ വേറൊരാളുടെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ഭാര്യയായി മാറിയില്ലേ, താൻ ആഗ്രഹിച്ചത്, താൻ സ്വപ്നം കണ്ടത് ഒക്കെ നഷ്ടമായില്ലേ എന്നുള്ള സങ്കടമായിരുന്നു നമ്മുടെ സുനന്ദയ്ക്ക്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. അപ്പം നമ്മുടെ ലളിതയ്ക്കും നമ്മുടെ സുനന്ദയുടെ അച്ഛൻ തനയൻ ഒക്കെ ഭയങ്കര സങ്കടം കേട്ടോ. ഒരു മോളാണ് ഉള്ളത്, ആ മോള് പോകുന്നതിൻ്റെയൊക്കെ ഒരു സങ്കടവും വിഷമവും ഒക്കെ ആയിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ലളിത സുനന്ദയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് ചീത്തപ്പേരായിട്ട് നീ ഒന്നും വെക്കരുത്, ആ വീട്ടിൽ ചെന്നാലും മറ്റുള്ളവരോട് പെരുമാറുന്നതിലും ഒക്കെ ഒരു പെൺകുട്ടി എങ്ങനെയാണ് പെരുമാറേണ്ടത്, മറ്റുള്ളവരെ കൊണ്ട് മോശം, എൻ്റെ വളർത്തു ദോഷം നീ പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സുനന്ദ എല്ലാം മൂളി കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലളിത ഒരേ ഒരു കരച്ചില്ല. അപ്പോൾ നമ്മുടെ തനയനും കരയാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ ഒരു വീട് വിട്ട് പോകുമ്പോൾ ഒരു സങ്കടമല്ലേ. അച്ഛനും അമ്മയ്ക്കും ഒരു മോളേ ഉള്ളൂ, വിവാഹം കഴിഞ്ഞ് അവൾ പോവുകയാണ് വേറൊരു വീട്ടിൽ, വേറൊരു കുടുംബം, ഇനി അവൾക്ക് വേറൊരു ലോകമാണ്. അത് ഓർക്കുമ്പോൾ അവർക്കൊരു സങ്കടം. പക്ഷെ അവരുടെ ഉള്ളിൽ അവൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ വീണ്ടും സുഭാഷുമായിട്ട് പോവുകയും കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അശ്വിൻ മനസ്സിലാക്കും. പിന്നെ ഇവർ തമ്മിൽ എന്ത് റിലേഷനാണെന്നൊക്കെ അശ്വിൻ അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മോളുടെ ഭാവി പോവും. അതുകൊണ്ട് അവർക്ക് ആ ഒരു ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ മോൾക്ക് കൊടുത്തു വിടാനുള്ളതൊക്കെ കാറിലെല്ലാം റെഡിയാക്കി വെച്ചു, ബാഗെല്ലാം എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ലളിത പൊട്ടിക്കരയാണ്. അമ്മ എന്തിനാണ് സങ്കടപ്പെടുന്നത്? അമ്മ ആഗ്രഹിച്ചതുപോലെ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട, അമ്മയും അച്ഛനും കരുതിയതുപോലെ തന്നെ ഒരാളെ ഞാൻ വിവാഹം കഴിച്ചു. പിന്നെ നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ടല്ലേ ഞാൻ ജീവിച്ചത്. ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നലെ വരെയും ഞാൻ എൻ്റെ അമ്മയുടെ തല്ല്, എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും അമ്മ റോഡൊന്നും പോലും നോക്കില്ല, അവിടെ ഇട്ട് എന്നെ അമ്മ തല്ലി ചതയ്ക്കും. ഇനി ആ തല്ല് എനിക്ക് കൊള്ളണ്ടല്ലോ. അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയ തല്ലിന് ഒരു കണക്കില്ലായിരുന്നു. അമ്മ എന്തോരം എന്നെ തല്ലി, സുഭാഷ് ഏട്ടൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തലങ്ങും ബേലങ്ങും എന്തോരടി ഞാൻ കൊണ്ടു അമ്മയുടെ നിന്ന്. ഇനി ആ ഒരു തല്ല് എനിക്ക് കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ ലളിതയ്ക്ക് അടി കിട്ടി കണക്കങ്ങ് ആയിപ്പോവാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലളിത. പക്ഷേ ശരിക്കും സുനന്ദ പറഞ്ഞത് അത് ശരിക്കും അങ്ങനെ തന്നെ കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഈ ലളിതയുടെ കയ്യിൽ നിന്ന് ഒരുപാട് അടി, ഏതാൾ നിന്നിരുന്നാലും എത്ര ആൾക്കാർ നിന്നാലും അതിനെ അടിക്കണ അടിക്ക് ഒരു കണക്കില്ല കേട്ടോ. പക്ഷെ ലളിതയ്ക്ക് ആകെ ഒരു ഡിമ്മായിപ്പോയി. എന്നിട്ട് പിന്നെ സുനന്ദ, അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടാനൊന്നും വേണ്ട, നിങ്ങളുടെ ആഗ്രഹം എന്തായാലും നടന്നല്ലോ. എന്നിട്ട് പിന്നെ ഗംഗാധരൻ്റെ അടുത്ത് എന്നിട്ട് പറയണേ, ഞാനില്ലാന്ന് കരുതിയിട്ടേ അമ്മാവ ഗുളിക എന്ന സമയത്ത് മുടങ്ങരുത്, കൃത്യമായിട്ട് കഴിച്ചോണം. അത് കേട്ടപ്പോൾ ഗംഗാധരനും ഒരു മനസ്സിന് പ്രയാസം. ഇത്രയും നാൾ മോളെ നീ ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യത്തിന് മറവി എനിക്കില്ലായിരുന്നു, നീ കൃത്യമായിട്ട് കൊണ്ടുതരും. ഇനി അതൊക്കെ ആരടി മോളെ എടുത്ത് തരണേന്ന് ഓർത്ത് ഗംഗാധരനും ഒരു പ്രയാസം വരെയാണ്. ഒടുവിൽ അശ്വിൻ റെഡിയായി ഇറങ്ങുകയാണ്. എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, നിങ്ങളാരും സങ്കടപ്പെടുകയൊന്നും വേണ്ട, അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്, അവൾ വേണമെങ്കിൽ ഞാൻ ഗൾഫിലോട്ട് പോകുമ്പോൾ അവൾ ഇവിടെ ഒന്ന് നിന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അപ്പം ലളിതയും തനയനും ഗംഗാധരനും പറഞ്ഞു, അതൊന്നും വേണ്ട, അവളവിടെ നിന്നോളും, കുഴപ്പമില്ല. അവരെ മനസ്സിൽ എന്താണ് പെട്ടെന്ന് പോയത്, എവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ എവള് വീണ്ടും ഭാസ്കറിൻ്റെ സുഭാഷിൻ്റെ വീട്ടിൽ ഓടും, വീണ്ടും അവരുമായിട്ട് വീണ്ടും കണക്റ്റ് ആവും. എത്രയും പെട്ടെന്ന് മോളുടെ വിരഹം, ദുഃഖം
ഉണ്ടെങ്കിലും അവർക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ സുനന്ദേനെ ഇവിടെ നിന്ന് കണ്ട് കയറ്റി അയച്ചാൽ മതി, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. പാവം കേട്ടോ, നമ്മുടെ സുനന്ദ ശരിക്കും മനസ്സ് വിഷമിച്ച് അവിടെ നിറങ്ങുകയാണ്. അങ്ങനെ എല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറയുന്നില്ല. ലളിത ഭയങ്കര സങ്കടമാണ്, മോള് പോണേ, ഇത്രയും നാളെ അടി ഇടിയൊക്കെ കൊടുത്തെങ്കിലും മകള് വേറൊരു വീട്ടിൽ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ചങ്ക് പൊട്ടുന്നത്. അതിപ്പോൾ ഏതൊരു അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മളെ വീട്ടിൽ നിന്ന് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് രണ്ട് പെൺകുട്ടിക്കും ഉണ്ടാകും, അതുപോലെ തന്നെ അച്ഛനമ്മമാർക്കും മറ്റു അനിയത്തിമാർക്കും ഒക്കെ ഉണ്ടാവുമല്ലോ, കൂടപ്പിറപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു ദുഃഖമായിരുന്നു അവർക്കെല്ലാവർക്കും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ സുനന്ദ അവർ കാറിലിരുന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഭാസ്കറിൻ്റെ വീടെത്തുകയാണ്. അപ്പോൾ സുനന്ദ അങ്ങനെ നോക്കുകയാണ് കേട്ടോ, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ സുഭാഷ് ചേട്ടനെങ്ങാനും പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു നോട്ടം കണ്ടിട്ട് പോകാമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. അവിടെ എന്നിട്ട് അവരങ്ങ് പോവാണ് കേട്ടോ കാറിൽ. അവിടെ എന്താ, ഭാസ്കറിൻ്റെ വീട്ടിൽ നമ്മുടെ സുഭാഷ് നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് രാവിലെ തന്നെ കുക്കിങ്ങാണ്. സുഭാഷ് നല്ല ഹാപ്പിയാണ്, കാരണം സുഭാഷിന് ആ ഉള്ളിൽ നിന്ന് ആ വിഷമം അങ്ങ് പോവാണ്. കാരണം വേറൊന്നുമല്ല, സുനന്ദയ്ക്ക് എന്തായാലും നല്ല സ്യൂട്ടായിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പാവ സ്വഭാവമൊക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ സുഭാഷ് സുനന്ദയുടെ ആ ഒരു ലൈഫ് അത് അക്സെപ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ അത് വേറെ കുഴപ്പമൊന്നുമില്ല, അവർ ഇതായി പൊക്കോളും എന്നുള്ള, അവർക്ക് കുഴപ്പമില്ലാത്തൊരു ജീവിതം തന്നെ ആയിരിക്കും എന്നുള്ളത് സുഭാഷിന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ നിധി മൂന്നാമത്തെ ഇൻ്റർവ്യൂവിന് പോവാണ്. അപ്പോൾ നമ്മുടെ സുധീഷാണ് കൊണ്ടുപോകാനായിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നിധി ചെന്നിട്ട് സുധീഷിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അതെ, ഇങ്ങോട്ടൊന്ന് വന്നേ, എന്നിട്ട് നമ്മുടെ സുഭാഷ് പാട്ടൊക്കെ വെച്ച് കുക്ക് ചെയ്യണതൊക്കെ കാണിച്ചു കൊടുക്കേണ്ട കേട്ടോ. അങ്ങനെ ആ കുക്കിങ്ങൊക്കെ കണ്ടപ്പോൾ സുധീഷ് പറഞ്ഞ്, അപ്പോൾ ഇന്നാൾ നല്ല മൂടൊക്കെയാണല്ലോ. അപ്പം നിധി പറഞ്ഞ് വേറൊന്നുമല്ല, ശരിക്കും സുനന്ദയുടെ ആ ലൈഫ് സുഭാഷയുടെ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു. കാരണം അവൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് സുഭാഷ് ചേട്ടന് മനസ്സിലായി. അത് തന്നെയാണ് കാരണം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നിധി പിന്നെ പോകാനായിട്ട് തയ്യാറായി കിച്ചണിലോട്ട് ചെന്നിട്ട് പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഞാൻ ഇറങ്ങുകയാണ്. അയ്യോ മോളെ, നീ കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി. അത് എനിക്ക് ശരിക്കും വിശക്കല്ല സുഭാഷ് ചേട്ടാ, അതൊന്നും പറ്റൂല, നീ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. മഞ്ഞ് നിർബന്ധിച്ച് ഫുഡ് കഴിക്കുകയാണ്. കാരണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധീഷിൻ്റെ അടുത്തുണ്ട്, എടാ ഞാനും കൂടെ വരാം. അപ്പോഴേക്ക് സുധീഷ് പറയും, എൻ്റെ പൊന്നു സുഭാഷ് ചേട്ടാ, എൻ്റെ പൊന്നു സുഭാഷ് ചേട്ടാ, ചേട്ടച്ചായിയുടെ റോൾ എടുത്തുകൊണ്ട് വരല്ലേ സുഭാഷ് ചേട്ടാ, എൻ്റെ പെണ്ണുമായിട്ട് ഞാൻ ഒന്ന് സൊള്ളിക്കോട്ടെ, ഇച്ചിരി നേരം കിട്ടണതാ. അപ്പോൾ സുഭാഷിന് ചിരി വരേണ്ട കേട്ടോ. ആയിക്കോട്ടെ എന്നാൽ നീ കൊണ്ടുപോയിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ നിധി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹരീഷ് അവിടെ നിൽക്കുകയാണ്. എടതി ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയണം. ആയിക്കോട്ടെ. അപ്പോൾ സുധീഷ് വണ്ടി എടുത്തു. അപ്പം നിധി ചെന്നിട്ട് അടുത്ത് നിന്നിട്ട് ചോദിക്കും, അതെ നമ്മുടെ ആള് പാർട്ടി ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ആരാ? അതെ നീതു മിണ്ടിയോ, പിണക്കവും പരിഭവവും ഒക്കെ മാറിയോ? അപ്പോൾ ഹരീഷ് ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഇൻ്റർവ്യൂവിന് പോവാണ്. അങ്ങനെ ഇൻ്റർവ്യൂ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നിധി എന്നാൽ പൊക്കോ സുധീഷ്, ഇനി പൊക്കോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ സുധീഷ് പറയും, വേണ്ട ഞാൻ പോകാനൊന്നും നിൽക്കുന്നില്ല, ഇനി ഇറങ്ങി കഴിഞ്ഞിട്ട് സുധീഷ് എവിടെയാണെന്ന് ചോദിച്ച് വിളിക്കുകയല്ലേ, അവിടെ എന്തായാലും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ വരണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിധിനെ വിടുകയാണ് കേട്ടോ. അങ്ങനെ നിധി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഹാപ്പി ആയിട്ട് വരികയാണ്. ഇതേ സമയം നമ്മുടെ നീതു വർക്ക്ഷോപ്പിൽ വരെയാണ് ഹരീഷിൻ്റെ. എൻ്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് പറയും, അതെ എൻ്റെ കാറിന് സ്റ്റാർട്ടിങ് ട്രബിൾ എന്താണെന്നറിയില്ല, ഒന്ന് നോക്കാമോ എന്ന് ചോദിക്കും. നിങ്ങളുടെ ചേട്ടച്ചാർ ഇവിടെ ഇല്ലേ? അപ്പം നമ്മുടെ ഹരീഷിൻ്റെ ശിങ്കിടിയിൽ ഒരാൾ പറയും, കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, എന്തായാലും ചേട്ടായി വന്നില്ല. പറഞ്ഞു തീർന്നതും ഹരീഷ് വരെയാണ്. അപ്പോൾ ഹരീഷിൻ്റെ അടുത്ത് നമ്മുടെ ശിങ്കിടി പറയും, അതെ നമ്മുടെ മേഡത്തിൻ്റെ കാറിന് സ്റ്റാർട്ടിങ് ട്രബിളാണ്, അത് പിന്നെ ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ, സ്വഭാവം അതല്ലേ. അതെ കാറിൻ്റെ സ്റ്റാർട്ടിങ് ട്രബിളിൻ്റെ കാര്യം പറയാനാണ് വന്നത്, പറ്റുമെങ്കിലൊന്ന് നോക്കുക എന്ന്. അങ്ങനെ ഹരീഷ് നോക്കിയിട്ട് പറയും, ഇത് ഇച്ചിരി സമയമൊക്കെ എടുക്കും, അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പൊക്കോളാൻ പറയുമെന്നൊക്കെ പറയും. ഹരീഷ് ഇച്ചിരി ഹെഡ് വെയിറ്റ് ഇട്ടാണ്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹമാണ്. എന്നാലും ഇങ്ങനെ അപ്പോൾ അത് അവന്മാർക്ക് രണ്ടുപേർക്കും, നമ്മുടെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലെ ശിങ്കിടിയൊക്കെ രണ്ടുപേർക്കും മനസ്സിലാവും, ഇവർ തമ്മിൽ ഈ ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പ് കുഞ്ഞായ്മയെ പോലെ പ്രേമിക്കൂലേ, ആ ഒരു കുഞ്ഞായ്മത്തരമാണ് കാണിക്കരുത് കേട്ടോ. എന്തായാലും അടിപൊളിയാണത്. അങ്ങനെ നമ്മുടെ ഹരീഷിൻ്റെ നീതുവിൻ്റെ ആ ഒരു സീനൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും
നമുക്ക് കാണാം നാളത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ആ ഒരു റൂട്ട് മാപ്പ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇത്രയും നേരം കേട്ടിരുന്നിട്ട് ഒരു കുഞ്ഞ് ലൈക്ക് തരാൻ മറക്കല്ലോ കേട്ടോ. ഒപ്പം തന്നെ ആ ഹൈപ്പും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. കാരണം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കയറി വരണമെങ്കിലേ ആ ഹൈപ്പിന് ഇച്ചിരി പ്രത്യേകതയുണ്ട്. കാണും പോലെയല്ല, ആളിച്ചിരി നല്ല ഒരാളാട്ടോ. അതിൻ്റെ ഹൈപ്പിനെയും കൂടെ ഒന്ന് ടച്ച് ചെയ്തങ്ങ് വിട്ടോ. പിന്നെ കമൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെ, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കിട്ടി, നീ പോടി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എന്താണ് എനിക്കറിയില്ല, ഓരോരുത്തരുടെ വിവരമായിരിക്കും. നല്ല വിവരമൊന്നും പറഞ്ഞ് ഞാനൊരു റിപ്ലൈ ഒക്കെ കൊടുത്തായിരുന്നു. ആകെ ഇരുന്നിരുന്ന ഒരു കമൻറ്റൊക്കെയാണ് എനിക്ക് ഗൈസ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നീ പോടി എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റാണ് എൻ്റെ പ്രൊമോ കേട്ട ശേഷം ആ ഒരു വ്യൂവർ ഇട്ടത്. കുഴപ്പമൊന്നുമില്ല, എന്തായാലും സാരമില്ല. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ കമൻസ് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തും കേട്ടോ. സീരിയലിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളായാൽ വലിയ സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് പ്രൊമോയിൽ കാണാം. അതുവരയ്ക്കും ഗൈസ് നമുക്ക് പിരിയാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറയുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.